بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ മഖാരിജുൽ ഹുറൂഫ്. ഇതിൽ ആമായിട്ടുള്ള പൊതുവായിട്ടുള്ള 5 മഖ്റജുകളാണ്: ജൗഫ്, ഹൽഖ്, ലിസാൻ, ഷഫതാനി, ഖൈശൂം എന്നിങ്ങനെ. അതിൽ ലിസാനിൽ നിന്ന് 10 മഖ്റജുകൾ, ആ 10 മഖ്റജുകളിൽ നിന്നായി 18 അക്ഷരങ്ങൾ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. 18 ഹർഫുകൾ വരുന്നതും ലിസാനിൽ നിന്നാണ്, നാവുമായി ബന്ധപ്പെട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഖ്റജായ ദ്വാദിന്റെ മഖ്റജാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. 4ാമത്തെ മഖ്റജ് ദ്വാദ്. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളതാണ് 5ാമത്തെ മഖ്റജായ അദ്ന ഹാഫത്തിൽ ലിസാൻ ഇല മുൻതഹാഹ മഅ മാ യുഹാദിഹ മിനൽ ലിസ അൽ ഉൽയ വയഖ്റുജു മിൻഹു അല്ലാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ചിത്രം ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. ലാമിന്റെ മഖ്റജ് അത് എന്താണ് ഉദ്ദേശിച്ചത്? ഹാഫത്തുൽ ലിസാൻ എന്ന് പറഞ്ഞ നാവിന്റെ 2 സൈഡാണല്ലോ. ആ സൈഡിന്റെ മുൻഭാഗം, താഴെ ഭാഗം, അദ്നാ ഹാഫത്തിൽ ലിസാൻ, നാവിന്റെ സൈഡിന്റെ, അരുവിന്റെ താഴ്ഭാഗം, അതിന്റെ അറ്റം വരെയും അവസാനം വരെയും മഅ മാ യുഹാദിഹ മിനൽ ലിസൽ ഉൽയ, മേലെ മോണയോട് അഭിമുഖീകരിച്ചുകൊണ്ട്. മഅ മാ യുഹാദിഹ എന്ന് പറഞ്ഞാൽ മേലെ മോണയോട് നേർക്ക് നേരെ ചേർത്തുകൊണ്ട്. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന അക്ഷരമാണ് ലാം. അതവിടെ ചിത്രീകരിച്ച് കാണിച്ചിട്ടുണ്ട്. ഉച്ചരിക്കുമ്പോൾ നാവിന്റെ ഘടനയും അതുപോലെ ഇപ്പുറത്ത് ആ ഭാഗം ഏതാണെന്നത് വേറെയും. നാവ് 2 അരുവാണ്, 2 സൈഡിന്റെ മുൻഭാഗം, 2 സൈഡിന്റെയും മുൻഭാഗം മേലെ മോണയിൽ ചേർത്തുകൊണ്ടാണ് ലാം ഉച്ചരിക്കുന്നത്. ല ലെ ല എന്ന് പറയുമ്പോൾ വെറും നാവിന്റെ തലപ്പ് മാത്രമല്ല, അല്പം അതിന്റെ പാർശ്വങ്ങൾ കൂടി അതിൽ ചേർന്ന് വരുന്നുണ്ട്. അതാണ് ഹാഫത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. പാർശ്വം, സൈഡ്, അതിന്റെ മുൻഭാഗം. അദ്നാ ഹാഫ എന്ന് പറഞ്ഞാൽ താഴ്ഭാഗം എന്നർത്ഥം. അത് മേലെ മോണയോട് ചേർത്തുകൊണ്ടാണ് ഈ ലാമിന്റെ ശബ്ദം വരുന്നത്, ഹർഫുൽ ലാം ഉച്ചരിക്കുന്നത് എന്നർത്ഥം. ലാം ഉച്ചരിക്കുവാൻ പ്രത്യേകിച്ച് ഒരു പരിശീലനം ആവശ്യമാണെന്ന് തോന്നുന്നില്ല. എന്നാൽ ലാമിന് തഫ്ഖീം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, അല്ലെ? ഈ ആയത്തിൽ തന്നെ, ഇപ്പൊ നമ്മൾ ഓതിയ വചനത്തിൽ തന്നെ ഇന്നല്ലാഹ എന്ന് നമ്മൾ ഓതുകയുണ്ടായി. ഇന്നല്ലാഹ ഹുവ മൗലാഹു. മൗല എന്ന് പറഞ്ഞപ്പോൾ ലാം എവിടെയാ തട്ടിയത്? അവിടെ തന്നെയാണ് ഇന്നല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ലാം തട്ടേണ്ടതും നാവ് തട്ടേണ്ടതും, അല്ലെ? ഇന്നല്ലാഹ ഹുവ മൗലാഹു, രണ്ടും ഒരേ മഖ്റജാണെന്നർത്ഥം. അപ്പൊ അതൊരു ശ്രദ്ധ ആവശ്യമാണ്. അൽ അൽ എന്ന് പറഞ്ഞു നോക്കൂ, സുക്കൂൻ കൊടുത്തുകൊണ്ട്. അൽ അൽ ഹംദു അൽ ഹംദു. അൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് അവിടെ ഇങ്ങനെ നാവ് പിടിച്ചു വെക്കുക. എന്നിട്ട് നാവ് എവിടെയാണ് തൊട്ടിരിക്കുന്നത് എന്നൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ഈ പറഞ്ഞ മഖ്റജാണ് കൃത്യമായും ലാമിന്റെ മഖ്റജ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, തെറ്റുകൂടാതെ പാരായണം ചെയ്യണം. അത് വേറെ എന്തെങ്കിലും രൂപത്തിലായി പോവരുത്. സാധാരണയായി ലാമിന്റെ ഉച്ചാരണത്തിൽ ആർക്കും അബദ്ധം വരാറില്ല എന്ന് തന്നെ പറയാം. വരാറുള്ളത് ലാമിന് തഫ്ഖീം കൊടുക്കുമ്പോൾ മാത്രമാണ്. ലഫ്ദുൽ ജലാല, അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ, ഇസ്മുൽ ജലാല എന്നൊക്കെയാണ് ആ പദത്തിന് പേര് പറയും. അല്ലാഹ്,
അല്ലാഹ് എന്ന ആ പദം ഉച്ചരിക്കുമ്പോൾ അതിൽ എന്ത് വരാറുണ്ട്? തെറ്റ് വരാറുണ്ട്. തഫ്ഹീം കൊടുത്തുകൊണ്ട് മാത്രം ലാമിനെ ഉച്ചരിക്കണം എന്ന് മാത്രമുള്ള ഒരു തഫ്ഹീമിന്റെ ഒരു പ്രത്യേകത മാത്രമാണ്. സിഫത്ത് കൂടുതലായി വരുന്നു എന്ന് മാത്രം. ലാമിന്റെ മഖ്റജിൽ യാതൊരു മാറ്റവും വരരുത്, സൂക്ഷിക്കുക. അടുത്തതാണ് ആറാമത്തെ മഖ്റജായ ത്വറഫുൽ ലിസാൻ. അതും ഇവിടെ നമുക്ക് കാണാം, സ്ക്രീനിൽ കാണാം. ത്വറഫുൽ ലിസാൻ. അസ്ലം ആ ചിത്രം മാറ്റും. തഹ്ത മഖ്റജ് അല്ലാമി ഖലീല. അടുത്ത ചിത്രം കൊടുത്തോളൂ. تحت مخرج اللام قليلا مع ما يليه من لثى الأسنان العليا ويخرج منه النون المظهرة. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നാവിന്റെ അറ്റം, ത്വറഫുൽ ലിസാൻ എന്ന് പറഞ്ഞാല് നാവിന്റെ അറ്റം. തഹ്ത മഖ്റജില്ല, ലാമ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ലാമിന്റെ മഖ്റജിൽ നിന്ന് അല്പം താഴെയായിട്ട്. മാമ യലീഹി, അതിനോട് അഭിമുഖമായി നിൽക്കുന്ന ആ ഭാഗവും ചേർത്തുകൊണ്ട് എന്തിൽ നിന്ന്? മിൻ ലിസൽ അസ്നാനിൽ ഉലിയ, മേലെ മുൻപല്ലിന്റെ ഉള്ളിലെ മോണയുമായി. വയഖ്റുജു മിൻ, അവിടെ നിന്ന് വരുന്നത് എന്താണ്? അതാ ശ്രദ്ധിക്കേണ്ടത്. ആ നൂനിന്റെ എഴുതിയ അതും കൂടി കാണിക്കുക ഇസ്ലാമേ. നൂനുൽ മുദ്ഹറ, ഇൽഹാർ ചെയ്യപ്പെടുന്ന നൂന്. വൽ മുതഹർരിക, ഹറക്കത്ത് കൊടുക്കുന്ന നൂന്. ന, നു, നി എന്നിങ്ങനെ ഹറക്കത്ത് കൊടുത്തുകൊണ്ടുള്ള നൂന്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നൂനിനെ ഇങ്ങനെ പ്രത്യേകമായി പറഞ്ഞത്? കാരണം അന്നൂനുൽ മുഖ്ഫ ഇബാറ അൻ ഗുന്നഹ് മഖ്റജുഹ അൽ ഖൈശൂം വഹിയ മിനൽ ഹുറൂഫിൽ ഫർഇയ്യ. അതായത് ഇഖ്ഫ ചെയ്യപ്പെടുന്ന നൂൻ അല്ലേ? ഇപ്പൊ നമ്മൾ ഓതിയില്ലേ, ഇന്ന് വ്യക്തമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ഇവിടെ വ്യക്തമാക്കുന്ന നൂനിന്റെ മഖ്റജാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് വ്യക്തമായി നാം ഉച്ചരിക്കുന്ന, വെളിവാക്കി ഉച്ചരിക്കേണ്ട നൂനിന്റെ മഖ്റജാണ്. എന്നാൽ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കുന്ന ഇപ്പൊ നമ്മൾ ഓതിയ വചനത്തിലുള്ള ഇഖ്ഫാ ചെയ്യുന്ന നൂനോ, അതിന്റെ മഖ്റജ് ഖൈശൂമാണ്, മൂക്കിന്റെ ഉള്ളിൽ അല്ലെ, നാസാന്തരം നമ്മൾ പറഞ്ഞല്ലേ, ഖൈശൂം, തരിമൂക്ക്. ആ നൂൻ മുഖ്ഫ ആകട്ടെ, അവ്യക്തമാക്കപ്പെടുന്ന നൂനാകട്ടെ, അത് മിനൽ ഹുറൂഫിൽ ഫർഇയ്യ, ഫർഇയ്യ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അപ്പോ ഈ നൂനുകളുടെ മഖ്റജാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ന, നി, നു, അൻ, വമൻ അഗ്ലമു, അൻ, അൻ ലെ, അൻ പറഞ്ഞു നോക്കൂ, അൻ, അന്ന. അപ്പൊ നൂനിന് അസ്ലിലുള്ള, ദാത്തിലുള്ള ഒരു സിഫത്താണ് അതിന് ഉന്നത്ത് എന്നത്, മണിക്കുക എന്നത്. അപ്പൊ നൂന് പകുതി ഇവിടെ നിന്നും പകുതി മൂക്കിന്റെ ഉള്ളിൽ നിന്നും, അങ്ങനെയും പണ്ഡിതന്മാർ പറയാറുണ്ട്. നൂന് പകുതി ഈ കാണിച്ച നാവും മോണയും ചേർത്തുകൊണ്ടും പകുതി മൂക്കിന്റെ ഖൈശൂം ചേർത്തുകൊണ്ടുമാണ് എന്ന്. കാരണം ജലദോഷം പിടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നൂന് ഉച്ചരിക്കാൻ കഴിയില്ല. അവിടെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ, ഖൈശൂം ഇങ്ങനെ കൂടി കിടക്കുകയാണെങ്കിൽ എന്നാ പറയാൻ കഴിയുമോ? ഇല്ല. അഷ്ഹദു എന്ന് പറയാൻ പറ്റില്ല. അല്ലേ, ഇന്ന. മീമിനും അങ്ങനെ തന്നെയാണ്. അമ്മ, ഈ രണ്ട് അക്ഷരത്തിലുമുള്ള ദാത്തിയ സിഫത്താണ് ഉന്നത്ത് എന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നൂന് അസ്ലിൽ തന്നെ നൂന് ഉച്ചരിക്കുവാൻ മൂക്കിന്റെ സഹായം ആവശ്യമാണ്. ഖൈശൂമിന്റെ ഭാഗം ചേർന്ന് വന്നുകൊണ്ട് വേണം അത് ഉച്ചരിക്കണമെങ്കിൽ എന്നർത്ഥം. അപ്പോൾ ഈ നൂനുകളെല്ലാം ഉച്ചരിക്കപ്പെടുന്നത് നാവിന്റെ തലപ്പും മേലെ മോണയും, നാവിന്റെ അറ്റവും മേലെ മോണയും ചേർത്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ലാമിന്റെ മഖ്റജിൽ നിന്നും അല്പം താഴോട്ടാണ്. എൽ, അൻ രണ്ടും വേർതിരിച്ച് പറഞ്ഞു നോക്കൂ. ലാമും നൂനും വേർതിരിച്ച് പറഞ്ഞു നോക്കൂ. അപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാം
അൽ അൻ അൽ അൻ ഇങ്ങനെ വ്യക്തമായി അത് രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അള്ളാഹ് കൂടുതൽ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലനവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റ് സന്ദർഭത്തിലാവാം. പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ